എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ജനങ്ങളെല്ലാവരും ആ സയാൻസിനെ നോക്കുകയാണ്. സയാൻസ് ആണെങ്കിൽ ഇപ്പൊ ഹായ് ആയിട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം ചുറ്റും നോക്കും. വാവ്, നമ്മൾ കരുതിയതുപോലെയല്ല ഭൂമി, അത് ശരിക്കും ഡിഫറെന്റ് ആണ്. ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയും. ജനങ്ങളാണെങ്കിൽ ടെൻസ്ഡായി അവരെ തന്നെ നോക്കി നിൽക്കും. അതേ സമയത്ത് ആ ഒരു ജയന്റ് സയൻ ആണെങ്കിൽ ആ ചിന്ന സയനോട് നമ്മൾ ഇവിടേക്ക് വന്നതിൽ എല്ലാവർക്കും ഓരോ ഹായ് കൊടുത്താലോ ചോദിക്കും. അതിന് ചിന്ന സയൻ അവൻ ചിരിക്കും. സയൻ ആണെങ്കിൽ അടുത്ത നിമിഷം അവന്റെ കയ്യിലേക്ക് ഒരു മാസേ പവർ കൊണ്ടുവരും. അതിനുശേഷം അത് അവിടെ ഉപയോഗിക്കുകയാണ്. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങള് എല്ലാം തന്നെ വാഷ് ഔട്ട് ആവാനായിട്ട് തുടങ്ങും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം അത് മുഴുവനായിട്ടും അവരങ്ങനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരും ടോയും ഗോഹാനും അവരെല്ലാവരും ആ പവർ കണ്ട് ഞെട്ടുകയാണ്. അവർക്ക് ആ പവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സയാൻസ് അവര് ഭൂമിയിലേക്ക് എത്തിയെന്ന്. മാത്രമല്ല അവരിപ്പോ ഭൂമി അത് കുറേശ്ശായിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയെന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അല്പസമയം പരിഭ്രമിച്ചു നിൽക്കും. കാരണം ഗോകു ഇതുവരെ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. ജയന്റ് സയാൻ ആണെങ്കിൽ ചിന്ന സയാനോട് പറയും, നമുക്ക് നമ്മുടെ പവർ എന്താണെന്ന് ഒന്നുകൂടെ കാണിച്ചു കൊടുത്താലോ? നമ്മുടെ ഈ പവർ കൊണ്ട് ഇവർക്കത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അതിനാൽ ചിന്ന സയാൻ പറയും, അതിനുള്ള സമയമായിട്ടില്ല. ആദ്യം നമ്മൾ കേട്ട ആ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്തണം. അതിന്റെ സഹായത്താൽ ഡ്രാഗനോട് പൊട്ടിക് സയാനെ ആരാണ് ഇല്ലാതാക്കിയതെന്ന് ചോദിച്ചു മനസ്സിലാക്കണം. ഇതാരാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മളെ വെല്ലുവിളിച്ച അവനെ ഒരു പാഠം പഠിപ്പിക്കണം. നമ്മൾ ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് ഈ ഭൂമി നമ്മൾ സ്വന്തമാക്കണം. ആ ജയന്റ് സയൻ ആണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും. അതൊരു നല്ല ഐഡിയ ആണ്, നമുക്ക് ചെയ്യാമെന്ന് പറയും. ജയന്റ്, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. നീ പെട്ടെന്ന് ഇത്തരത്തിലൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്ന ഡ്രാഗൺ ബോൾ ഈ ഡിസ്ട്രക്ഷനിൽ നശിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. അത് കേട്ട ജയന്റ് ആണെങ്കിൽ ഇപ്പോ ചിന്ന സയനോട് സോറി പറയും. ചിന്ന സയൻ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുള്ള ഈ ഡിവൈസ് അതുപയോഗിച്ച് ഏറ്റവും പവർഫുൾ ആയ ആളെ കണ്ടെത്തണം. അവൻ തന്നെയായിരിക്കും നമ്മുടെ ടീംമേറ്റ് ആയിട്ടുള്ള ആ റോബോട്ട് മാനെ ഇല്ലാതാക്കിയത്. ജയന്റ് സയൻ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഓ നോ, ഇവിടെ 1000 കൂടുതൽ പവറുള്ള ഒരുപാട് പേരുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? ക്ലാരായിരിക്കും നമ്മുടെ യഥാർത്ഥ ഓപ്പണന്റ്. അവനെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? അതിനാ ചിന്ന സയൻ ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്ലായിട്ട് പറയും, അടുത്തുള്ള പവർഫുൾ ആയ ആൾക്കാരെ അവരെ മുതൽ നമുക്ക് കൊന്നൊടുക്കാന്ന് പറഞ്ഞ് അവർ സെൻസ് ചെയ്യും. അടുത്ത നിമിഷം പവർഫുൾ ആയ 2 പേരുടെ സിഗ്നൽ അവർക്ക് കിട്ടും. അവരാണെങ്കിൽ ആ സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമാ ടീം അവരാണെങ്കിൽ ന്യൂസിൽ പറ്റിയിട്ടുണ്ടായിരുന്ന ഡിസ്ട്രക്ഷനെ കുറിച്ചുള്ള ന്യൂസ് അത് കേട്ട് ഞെട്ടുകയാണ്. ബുൽമയാണെങ്കിൽ അവരോട് പറയും, നമുക്ക് എത്രയും വേഗം അവരെവിടെയാണെന്ന് കണ്ടെത്തണം. ഹാൻസം ബോയ് അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ആ റോബോട്ടിക് മാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഡിവൈസ് അതുപയോഗിച്ച് ആ സയൻസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് മാസ്റ്റർ പറയും, ഒരു കാരണവശാലും നമ്മൾ എടുത്ത് ചാടരുത്. നമ്മുടെ കയ്യിലിപ്പോ ആ വറ്റുകളെ തടയാനുള്ള അത്രയും പവറില്ല. എല്ലാം നന്നായി നടക്കുന്ന പ്രതീക്ഷയോടുകൂടെ നമുക്കിവിടെ സേഫ് ആയിട്ടിരിക്കാം. ബുൽമയാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വിളിച്ച് കരയും. അടുത്ത നിമിഷം ഗോകു, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനും ടീമും അവരാണെങ്കിൽ ആ വില്ലന്മാരെ നേരിടാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. അതേസമയം ഇവിടെ ിലേക്ക് മനസ്സിലാവും ആ 2 പേരും ഇപ്പൊ അവരെ തേടിയാണ് വരുന്നതെന്ന്. അവൻ ആ കാര്യം ഗോഹാനോട് പറയും. നമ്മളിപ്പോ വളരെ പവർഫുൾ ആണ്, പക്ഷെ എങ്കിലും നമ്മുടെ ഓപ്പണൻസ് നമ്മളെ കഴിഞ്ഞും പവർഫുൾ ആണെന്നുള്ള കാര്യം മറക്കാനായിട്ട് പാടില്ല. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഗോകു ഇവിടേക്ക് എത്തുന്നത് വരെയെങ്കിലും. സയൻസ് ആണെങ്കിൽ ഇപ്പൊ ഭൂമിയിലൂടെ വളരെ സ്പീഡിൽ ഫ്ലൈ ചെയ്യാണ്. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലോകത്ത് ഫ്ലൈ ചെയ്യുന്നതിന് കഴിഞ്ഞു ഇവിടെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഇവ പിക്കലോടെ അടുത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് ക്യാഷ്ലായിട്ട് സംസാരിക്കുന്ന അതേ സമയം ഇപ്പൊ 2 വില്ലന്മാരും അവിടേക്ക് കടന്നു വരും. പിക്കലോ ആണെങ്കിൽ മൊട്ടപ്പനോടും ഗോഹാനോടും ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾക്ക് 2 പേർക്കും കൊച്ചു വർത്താനം പറയാനുള്ള സമയമല്ല. ആ വില്ലന്മാര് അവരിവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ 2 സയൻസിനെയും കാണിക്കും. അവരാണെങ്കിൽ പരസ്പരം പറയും, ഓ ഇവരാണോ നമ്മുടെ ഫസ്റ്റ് ഓപ്പണൻസ്? പക്ഷെ ഒരു കാര്യത്തിൽ ഇവരെ സമ്മതിക്കണം, നമ്മൾ ആരാണെന്നുള്ള രഹസ്യം അതുവരെ മനസ്സിലാക്കി. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ 2 പേരും ആരാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ തിരികെ പോയിക്കോ. ഗയാൻസ് ആണെങ്കിൽ അത് കേട്ട് ശരിക്കും, നീ ഒരു മോർഫിനാണ്, നിനക്ക് സാധാരണ മനുഷ്യരെ കഴിഞ്ഞും ഒരുപാട് പവറുണ്ട്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചില പ്രത്യേകതര എബിലിറ്റിയും നിനക്കുണ്ട്. അത് കേട്ട് പിക്കലോ അവൻ ഷോക്കാവും. നിന്റെ പവർ കൊണ്ടാണ് നീ ആ ഡ്രാഗൺ ബോൾ അതുണ്ടാക്കിയത്. അതിന് പിക്കലോ പറയും, നിങ്ങൾക്ക് തെറ്റിപ്പോയി, എന്റെ പവർ കൊണ്ടല്ല ആ ഡ്രാഗൺ ബോൾ ഞാൻ ഉണ്ടാക്കിയത്. അതേസമയം കാമിക് അവനാണെങ്കിൽ തിരിച്ചറിയും, ഡ്രാഗൺ ബോൾ ഉണ്ടാക്കിയത് ഞാനാണ്,
എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ അത് ഉണ്ടാക്കിയത്. മാത്രമല്ല എൻ്റെ പൂർവികരെയും ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഇവിടെയാണെങ്കിൽ ആ സയാൻസ് അവരുടെ ഡിവൈസ് അത് താഴേക്കിടും. ഇത് നമ്മളിപ്പോൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പവറിനെ കുറിച്ച് അവർക്കും ഒരു ക്ലൂ കിട്ടും. മാത്രമല്ല നമ്മൾ ഡൈവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ജയന്റ് സയാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിലെടുത്ത് ചില സീഡുകൾ നിലത്ത് കുഴിച്ചിടും. അടുത്ത നിമിഷം ആ സീഡുകളിൽ നിന്ന് ഒരുപാട് കുട്ടി കുട്ടി മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരും. അത് നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്ത് അങ്ങനെ നല്ല സ്പീഡിൽ കറങ്ങും. ഇവനാണെങ്കിൽ അതിനെ കാണുമ്പോൾ അല്പം പേടി തോന്നും. ഓ നോ, ഇവറ്റുകൾക്ക് എന്നെ കഴിഞ്ഞും പവറും കഴിഞ്ഞും ഹൈറ്റ് കുറവാണ്. പക്ഷെ എനിക്ക് ഇവറ്റകളെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നുന്നു. ആ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പൊ സയൻസിന് മുൻപിലേക്ക് വരും. അതിനാ സയൻസ് ആണെങ്കിൽ മോൺസ്റ്റേഴ്സിനോട് പറയും, ഇവരാണ് നിന്റെ ഓപ്പണൻസ്, നിങ്ങളുടെ ഓപ്പണൻസ്. ഒരു കാരണവശാലും അവര് വെറുതെ വിടാൻ പാടില്ല, ഇടിച്ച് നിരപ്പാക്ക്. അടുത്ത നിമിഷം ആ കുട്ടി മോൺസ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. നമ്മുടെ ആൾക്കാർ കൂടെ അവറ്റകളുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഇവിടെ ഗോഹാനാണെങ്കിൽ അല്പം ഭയം തോന്നും. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു കുട്ടി മോൺസ്റ്റർ. ഗോഹാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു മോൺസ്റ്റർ ചാടി വന്ന് അവന്റെ മുഖത്ത് പഞ്ച് ചെയ്യാണ്. അവനാണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. ആണെങ്കിൽ ഗോഹാനെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ അനാവശ്യമായിട്ട് പേടിക്കാൻ പാടില്ല എന്ന്. അവൻ നമ്മുടെ ശത്രുക്കളാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യത്തോടെ അവൻ അറ്റാക്ക് ചെയ്യുക. ഗോഹാനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും അവിടേക്ക് ലാൻഡ് ചെയ്യുക. മൊട്ടപ്പനാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷം. ഈ സമയം കഴിയുമ്പോൾ ഹാൻസം ബോയും അവിടേക്ക് വരും. ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി. ഇവിടെ ആ സയാൻസ് അവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കൗണ്ട് ചെയ്യും. വാവ്, ഒരുപാട് പേര് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരു ഗെയിം കളിക്കാം. ആദ്യം ഞങ്ങളുടെ ഈ മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും, അതിനുശേഷം ഈ ജയന്റ് സയാനുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യും. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ ഗെയിമിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എത്രയും വേഗം നിങ്ങളെ എല്ലാവരെയും തല്ലിക്കൊന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോഴായിട്ട് പറയും, എനിക്കിവരെ കൊല്ലാനായിട്ട് അങ്ങനെ ചോര തിളക്കിയാണ്. എത്രയും വേഗം ഇവരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തല്ലിക്കൊല്ലും. മൊട്ടപ്പനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, അവൻ പറഞ്ഞത് ഒരു ഗുഡ് തിങ് ആണ്, അവരെ നമുക്ക് ഓരോരുത്തരായിട്ട് ഹാൻഡിൽ ചെയ്യാം. ആ സമയം കൊണ്ട് ഗോക്കു അവനും ഇവിടേക്ക് എത്തും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇവരുടെ കഥ കഴിക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ പരസ്പരം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ചിന്ന സൈൻ ആണെങ്കിൽ ഇപ്പോ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു സ്മോൾ മോൺസ്റ്ററിനോട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അവനാണെങ്കിൽ ഇപ്പൊ ആ മോൺസ്റ്ററിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല, തോൽക്കാൻ പാടില്ല. ആ മോൺസ്റ്റർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാന്റെ നേർക്ക് ചാടി വരും. രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. മാർഷൽ ആർട്സ് മാന്റെ നേർക്ക് അവനാണെങ്കിൽ ഒരു ലിക്വിഡ് തെറിപ്പിക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിൽ നിന്ന് തെന്നി മാറും. അത് നിലത്ത് വീണ് അവിടെ വലിയൊരു ദ്വാരം തന്നെ ക്രിയേറ്റ് ആയി വരികയാണ്. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ചാടി വന്ന് അതിനെ നോക്കൗട്ട് ചെയ്ത് താഴെയിടുകയാണ്. അത് കണ്ട് ആ ചിന്ന സയാനാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. ഓ, നമ്മുടെ കാൽക്കുലേഷൻ അതൊരല്പം തെറ്റിപ്പോയി. ഇവർക്ക് കുറച്ച് പവർ കൂടുതലാണ്, 1000 മുകളിലാണ് ഇവരുടെ പവർ. ഞാൻ പറഞ്ഞ കാര്യം അതവൻ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവൻ വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഒരു ചെറിയ മോൺസ്റ്ററിനെ അവൻ നശിപ്പിച്ചു കളയും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടർ അടിക്കും. സ്വന്തം ടീംമേറ്റിനെ തന്നെ ഒരു ദയം കൂടാതെ അവൻ നശിപ്പിക്കുകയാണ്. അവൻ വളരെ മോശമായിട്ടുള്ള ആളാണ്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. സയാനാണെങ്കിൽ വീണ്ടും ഇനി അടുത്തായിട്ട് ആരാണ് ബാറ്റിൽ ഇറങ്ങുന്നതെന്ന് ചോദിക്കും. ഉടനെ മുട്ടപ്പനാണെങ്കിൽ ഞാനാണ് അടുത്തായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് ചാടും. അതിന് ഹാൻസം മാൻ ആണെങ്കിൽ അവനെ തടയും. ഓൾറെഡി ഒരു തവണ ആ ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ തിരികെ വന്നവനാണ്. സോ ഇനിയുള്ള ബാറ്റിൽ അത് ഞാൻ ചെയ്യും. കേസ് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഡ്രാഗൺ ബോളിലൂടെ അത് തിരികെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹാൻസം ബോയ് ആണെങ്കിൽ അടുത്ത മോൺസ്റ്ററുമായിട്ട് പൊരിഞ്ഞ അട്ട് കിട്ടിയ പാളം. രണ്ടുപേരും വളരെ വേഗത്തിൽ മൂവ് ചെയ്ത് ഇൻവിസിബിൾ ആവുകയാണ്. ഗോഹാനാണെങ്കിൽ അവരെ കാണാൻ കഴിയില്ല. അതിന് പിക്കലോ പറയും, നിന്നെ കൊണ്ട് അവരെ കാണാൻ കഴിയും, നീ കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് സെൻസ് ചെയ്യണം. കേട്ട് ഗോഹാനാണെങ്കിൽ ഇപ്പൊ കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അവർ ഫൈറ്റ് ചെയ്യുന്നത് കാണുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോകു അവനാണെങ്കിൽ സ്പീഡ് ഒട്ടും തന്നെ കുറയ്ക്കാതെ വളരെ സ്പീഡിൽ അങ്ങനെ ചാടി ഓടി വരികയാണ്. ഇവിടെ ഹാൻസം ബോയും മോൺസ്റ്ററും അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് ഒരിഞ്ഞ പോരാട്ടം. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ഓൾ മീഡിയാസ് ആ ഒരു ഫൈറ്റ് അത് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുൽമാൻ ടീമാണെങ്കിൽ ഇവിടെ ഹൗസിലിരുന്ന് ആ ഒരു ഫൈറ്റ് കണ്ട് നമ്മുടെ ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനെ അങ്ങനെ തകർത്ത് താഴെയിടും. അതിനുശേഷം വീണ്ടും അവർ വെല്ലുവിളിക്കുകയാണ്.